അയ്യ വണക്കം. നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങൾ ഇന്ന് ശോകമൂകമായിരുന്നു. പക്ഷേ അവർ വിജിലൻ്റ് ആയിരുന്നു എന്നുള്ളതാണ് വേറൊരു കാര്യം. കാരണം ഹരിയാനയിൽ പറ്റിയ തിരിച്ചടി നമുക്കിവിടെ പറ്റരുത് എന്നുള്ളൊരു പ്രിക്കോഷൻ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളെല്ലാവരും കൃത്യമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറഞ്ഞാൽ, പിന്നെ കൈരളിയെക്കുറിച്ച് ഞാൻ പറയുന്നില്ല, 24 മണിക്കൂറും വലിയേട്ടൻ CD സ്റ്റോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ചാനലാണ് കൈരളി ന്യൂസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എവിടെയെങ്കിലും ഒരു കാലിടർച്ച ഉണ്ടാവുകയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ, ഒന്നുമില്ലെങ്കിലും ലക്ഷ്മി നായരുടെ ചാളക്കറി ഉലർത്തുന്ന ഒരു വീഡിയോയോ അല്ലെങ്കിൽ കൈരളിയിൽ വലിയേട്ടനിലെ CDയോ ഇട്ട് അവർ അഡ്ജസ്റ്റ് ചെയ്യും. അതുകൊണ്ട് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നില്ല. ഞാൻ പറയുന്നത് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളെക്കുറിച്ചാണ്. ഏഷ്യാനെറ്റ്, മാതൃഭൂമി, മനോരമ, അങ്ങനെയുള്ള പല പല ചാനലുണ്ടല്ലോ, റിപ്പോർട്ടർ, 24 ചാനൽ, അങ്ങനെ പല ചാനലുകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള പല ചാനലുകളിലും ഇന്ന് മാധ്യമപ്രവർത്തകരുടെ മുഖമെന്ന് പറയുന്നത് ശോകമൂകമായിരുന്നു. പ്രധാനമായിട്ടും ഞാൻ രാവിലെ എഴുന്നേറ്റ് കണ്ണിഞ്ഞെറിഞ്ഞ് എണീച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം തന്നെ വെച്ചത് മീഡിയ ഫണ്ണാണ്. ഈ സുഡാപ്പി ചാനൽ വെച്ച് നോക്കിയപ്പോൾ കാണാം, അവിടെ 2 മുഴുത്ത സുഡാപ്പികൾ ഇരുന്ന് അങ്ങ് അവലോകിക്കുകയാണ്, അതിഭീകരമായിട്ട് അവലോകിക്കുകയാണ്. ഈ അവലോകനത്തിൽ പ്രധാനമായിട്ടും അവർ ആദ്യം പറയുന്നത്, ഈ പോസ്റ്റൽ വോട്ടുകൾ, ബാലറ്റ് വോട്ടുകൾ എണ്ണി തുടങ്ങിയപ്പോൾ BJP അല്ലെങ്കിൽ NDAക്ക് 45, RJD അല്ലെങ്കിൽ അപ്പുറത്തുള്ള മഹാഗഡ്ബന്ധൻ അല്ലെങ്കിൽ ഇന്ത്യ അലയൻസ് അഥവാ ഇന്ത്യ മുന്നണിക്ക് 25 ഉടനെ അപ്പുറത്തിൽ നമ്മുടെ സുജിംസ് പറയുന്നത്, ഇനിയിപ്പോൾ രാഹുൽ ഗാന്ധിക്ക് അതുപോലും പറയാൻ പറ്റില്ല. അതായത് കഴിഞ്ഞ ഹരിയാന തെരഞ്ഞെടുപ്പിൽ വോട്ട് ചോദ്യം കൊണ്ട് വന്നപ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞുള്ളത് പോസ്റ്റൽ ബാലറ്റിൽ നമ്മൾ മുന്നിലായിരുന്നു, പക്ഷേ EVM ഇനിയിപ്പോൾ പിന്നിൽ പോയി, അത് പറയാമല്ലോ. ഇനിയിപ്പോൾ ഇവിടെ എന്തൊരു പറയും, ഇവിടെ എന്തെടുത്തിട്ട് സ്വനത്തും എന്നാണ് നമ്മുടെ സുജിംസ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് വളരെ കറക്റ്റായിട്ടുള്ളൊരു കാര്യമാണ്. ആ തിരിച്ചറിവൊക്കെ എന്തായാലും വളരെ നല്ലതാണ്. പിന്നെ മറ്റുള്ള ചാനലുകളിലേക്ക് കടന്നപ്പോൾ, റിപ്പോർട്ടർ ചാനലൊക്കെ വന്നപ്പോൾ ഡോക്ടർ അരുൺകുമാറിൻ്റെ ആവേശം തുടക്കത്തിൽ തന്നെ EVM എണ്ണിയപ്പോൾ തന്നെ എണ്ണി തുടങ്ങിയപ്പോൾ തന്നെ വെള്ളം ഒഴിച്ച് സുജയ പാർവതി കരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ ഇവർക്കെല്ലാം പിടിച്ചു നിൽക്കണമല്ലോ, അതായത് എന്തെങ്കിലും ഒന്ന് പിടിച്ചു നിൽക്കാനൊരു സാധനം വേണമല്ലോ, അതിന് വേണ്ടിയിട്ടാണ് ഒരു വോട്ട് ജോലിയുമായി മുന്നിലേക്ക് വന്നത്. പിന്നെ SIR, അതായത് SIR എന്ന് പറയുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലൂടെ ഇത്രയധികം ആൾക്കാരെ അവിടെ നിന്ന് പിടിച്ച് പുറത്താക്കി. അങ്ങനെ പുറത്താക്കിയത് കൊണ്ടാണ് ഇതൊക്കെ നടക്കുന്നത് എന്നൊക്കെ പറഞ്ഞാൽ, എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ, യവന്മാരോടൊക്കെ നാണമുണ്ടാകും. പോട്ടെ, നാണവും മാനവും ഉണ്ട് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഈ SIR എന്ന് പറയുന്ന സാധനത്തിനെക്കുറിച്ച് അവിടെയുള്ള ആൾ പോലും, അതായത് അവിടെയുള്ള പാർട്ടികൾ പോലും, RJDയോ അല്ലെങ്കിൽ മറ്റു പാർട്ടികളോ പോലും അത് നടക്കുന്ന സമയത്ത് ഇച്ചിപ്പോന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. പോരാത്തതിന് ഇവന്മാർ കോടതിയിൽ പോയി, കോടതി വേഷ കൊടുത്തു വിട്ട് അതും വാങ്ങിച്ചുകൊണ്ട് വന്ന് വായും പൊത്തി ഇവിടെ ഇരിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ഏറ്റവും അവസാനം SIRനെ ഇവന്മാർ അംഗീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ തോറ്റ് കഴിഞ്ഞപ്പോൾ പിടിച്ചു നിൽക്കാനൊരു പിടിവള്ളി, അതിനാണ് ഈ SIR, വോട്ട് ജോലി എന്നുള്ള സംഭവങ്ങളൊക്കെ എടുത്തിട്ട് പ്രയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ വോട്ട് ജോലി എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ, ഈ സാധനം ബീഹാർ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് എന്താ അവർ കൊണ്ടുവരാത്തത്? പെട്ടെന്ന് പറ. അതായത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വോട്ട് ജോലി കൊണ്ടുവന്നിട്ടില്ല. രാഹുൽ ഗാന്ധി ഇടയ്ക്കിടയ്ക്ക് വോട്ട് ജോലി എന്ന് പറയുമ്പോൾ അപ്പുറത്തിൽ നിന്ന് തേജസ്വി യാദവ് ഇരയുടെ അവിടെ എന്ന് പറയും. അപ്പോൾ രാഹുൽ ഗാന്ധി പേടിച്ചു പോകുന്നൊരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളുടെ പോക്കെന്ന് പറയുന്നത്. പിന്നെ ഇതിനു വേണ്ടി ഏറ്റവും കൂടുതൽ വെള്ളം കോരിയ ആൾ എന്ന് പറയുന്നത് ഇപ്പം മനോരമയൊന്നുമില്ല, അതൊക്കെ പോയി. മനോരമയ്ക്ക് വയ്യ ഇനി രാഹുൽ ഗാന്ധിയുടെ പിറകെ നടക്കാൻ. നടന്ന് ഒരുപാട് നാണം കെട്ടതാണ്. ഹരിയാന തെരഞ്ഞെടുപ്പിലാണ് ഏറ്റവും കൂടുതൽ നാണം കടലുണ്ടായിരുന്നത്. ഷാനി പ്രഭാകരൊക്കെ അന്ന് നാണം കടലെന്ന് പറഞ്ഞാൽ ക്ലാസിക്കായിരുന്നു. ഇനി അങ്ങനെ ഒരു സാധനം കാണാൻ പറ്റുമോ എന്ന് പോലും എനിക്കറിയില്ല. അമ്മാതിരി കിടുക്കാച്ചി നാണം കടലായിരുന്നു ആ നാണം കടൽ എന്ന് പറയുന്നത്. കാരണം ഹരിയാനയിൽ നമ്മൾ കണ്ടതാണല്ലോ, ആദ്യം കോൺഗ്രസ് അടിച്ചു കയറുന്ന കണ്ടപ്പോൾ എല്ലാ എണ്ണവും കൂടെ ചാടിക്കയറി മത്താപ്പ് കത്തിക്കണ, കൊരാപ്പ് വിടണ, തറച്ചക്രം എടുത്ത് തറയിലെറിയുന്ന എന്തൊരു ബഹളമായിരുന്നു. ഏറ്റവും അവസാനം ഇവന്മാർ തോറ്റ് പണ്ടാരം തുടങ്ങിയപ്പം മാതൃഭൂമിയിലൊരു റിപ്പോർട്ടർ എന്താണ് അവിടെ നടക്കുന്നത് സുജേഷ് എന്ന് ചോദിക്കുമ്പം ആ റിപ്പോർട്ടർ പറയുന്നത്, മധു ഇവന്മാരെല്ലാം കൂടെ ഇവിടെ വളഞ്ഞിരുന്ന് ഹുക്ക വലിക്കുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് വലിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പുള്ളി പറഞ്ഞതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. എന്ത് തന്നെ ആയിരുന്നാലും കഴിഞ്ഞ ദിവസം എക്സിറ്റ് പോളുകളെക്കുറിച്ച് നമ്മുടെ മീഡിയ ഫണ്ടിൽ ഒരു ചർച്ചയുണ്ടായിരുന്നു. അതായത് മീഡിയ ഫണ്ടിലുണ്ടായ ചർച്ച നമുക്കറിയാമല്ലോ, ഔട്ട് ഓഫ് ഫോക്കസ് അല്ല, ഫോക്കസിന് പുറത്തുള്ള കാര്യങ്ങളാണ് ഇവന്മാർ ചർച്ച ചെയ്യുന്നത്. അതായത് ഒരു ഗുണവുമില്ലാത്ത കാര്യങ്ങൾ. അങ്ങനെയുള്ള ഈ ഔട്ട് ഓഫ് ഫോക്കസിൻ്റെ ഈ സുഡാപ്പി ചാനലിൻ്റെ ചർച്ചയിൽ എക്സിറ്റ് പോളുകളെക്കുറിച്ച് എന്താണ് അഭിപ്രായം? എക്സിറ്റ് പോൾ പൊളിയും എന്നൊക്കെയാണ് ആധികാരികമായിട്ടിരുന്ന് യുവമാർ തള്ളിക്കൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ അടുപ്പുകൂട്ട് ചർച്ചക്കാർ ഇനി അടുപ്പ് കൂട്ടുമ്പം ബീഹാർ തെരഞ്ഞെടുപ്പിൻ്റെ അവലോകനത്തിനായിട്ട് അടുപ്പ് കൂട്ടുമല്ലോ, അങ്ങനെ അടുപ്പ് കൂട്ടുമ്പം ഇപ്പുറത്തിരിക്കുന്ന ദിശാദ് റാവുത്തറും അപ്പുറത്തിരിക്കുന്ന സുജിംസും, നിങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും അല്ലേ ഇരിക്കുന്നത്, നിങ്ങൾക്ക് ഞാനൊരു ഐറ്റം തരാം. വേണ്ട, ഇതാണ് റബ്ബർ. ഇതെടുത്ത് സുജിംസിൻ്റെ കയ്യിലോട്ട് കൊടുക്കുക. എന്നിട്ട് അവിടെ നിന്നിങ്ങോട്ടും ഇവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങനെ വലിച്ചോണ്ടിരുന്നാൽ മതി കേട്ടോ. അത് മാത്രമേ നടക്കൂ. ഇവിടെ നിന്ന് അങ്ങോട്ടും അവിടെ നിങ്ങോട്ടും ഇങ്ങനെ നീട്ടി വലിച്ചുകൊണ്ടിരുന്നാൽ മതി. അത് മാത്രമേ ഇനി നടക്കൂ. അല്ലാതെ ഇവിടെ വേറെ നത്തിങ് വാക്കിംഗ്, നോട്ട് വാക്കിംഗ്, അതാണ് ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നത്. എല്ലാം
പൊളിഞ്ഞടുങ്ങി പണ്ടാരം അടങ്ങിപ്പോയി. ഇപ്പോൾ ഈ എക്സിറ്റ് പോൾ ഫലങ്ങളെക്കുറിച്ചുള്ള ഒരു ചർച്ച ഇവന്മാർ വെച്ചിട്ടുണ്ട്. അത് എക്സിറ്റ് പോൾ ഫലങ്ങളിൽ ഇവർ പ്രധാനമായിട്ടും പറയുന്നത് NDAക്ക് മുന്നേറ്റം ഉണ്ടാകുമെന്ന് എക്സിറ്റ് പോളുകളിൽ നിന്നും അറിയാൻ സാധിക്കുന്നുണ്ടല്ലോ. ഈ എക്സിറ്റ് പോളുകളൊക്കെ എത്ര അധികം ശരിയാവും എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ നിഷാദ് റാവുത്തർ ഇൻ്റലക്ച്വൽ മണ്ടൻ കൃത്യമായിട്ട് അതിനെ വിശദീകരിക്കുന്നുണ്ട്. ഇത് വിശകലനം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് രോമാഞ്ചം വന്നു. പുള്ളി പറയുന്നത് ഹരിയാനയിൽ എല്ലാ എക്സിറ്റ് പോളുകളിലും ഇന്ത്യ മുന്നണി ജയിക്കുമെന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് എന്ത് സംഭവിച്ചു? തോറ്റു ഇല്ലേ? അപ്പോൾ പിന്നെ ഇവിടെ എന്താ പറയുന്നത്? ബീഹാറിൽ എല്ലാത്തിലും BJP ജയിക്കുമെന്നല്ലേ പറയുന്നത്? തോക്കുമായിരിക്കും. അങ്ങനെയൊക്കെ പ്രതീക്ഷിച്ച് ജീവിക്കുക, അല്ലാതെ ഇപ്പം ഇനിയിപ്പോൾ എന്താ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിലാണ് പുള്ളി ഇങ്ങനെ പറഞ്ഞു പോകുന്നത്. പിന്നെ ഒരു ഗ്രാൻഡ് ഡിസൈനിൽ എക്സിറ്റ് പോളിനെ മാനിപ്പുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോൾ ഇവിടെയുള്ള സർക്കാർ ചെയ്യുന്ന ഒരു സംഭവം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഒരു ഗ്രാൻഡ് ഡിസൈനിൽ എക്സിറ്റ് പോളിനെ മാനിപ്പുലേറ്റ് ചെയ്യുക? ഇതാണ് ഇവിടെയുള്ള സർക്കാർ ചെയ്യുന്നത്. ഫ്രീക്ക് പേരാണ് ഇപ്പോൾ ഇതിനൊക്കെ. പോരാത്തതിന് നമുക്ക് തോന്നുകയാണ് ഇവർ ജയിക്കാൻ പോണില്ല. ജനങ്ങൾക്ക് തോന്നുകയാണ് ഇവർ ജയിക്കാൻ പോണില്ല. അങ്ങനെ ജയിക്കാൻ പോണില്ല എന്നൊരു തോന്നൽ ജനങ്ങൾക്കുള്ളിലേക്ക് കുത്തി നിറയ്ക്കുകയാണ് ചെയ്യുന്നത്? ഇവിടെയുള്ള BJP സർക്കാർ ചെയ്യുന്നത്. ജനങ്ങളെ ബ്രെയിൻ വാഷ് ചെയ്യുന്ന ഒരു സാധനമാണ് ഈ എക്സിറ്റ് പോളൊക്കെ. BJPക്ക് വേണ്ടി നമ്മൾ സെറ്റിട്ടിരിക്കുന്നതാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം. പിന്നെ ഇവന്മാർ ഇരിക്കുന്ന ആ സെറ്റുണ്ടല്ലോ, അതിവിടെയുള്ള മതമൗലികവാദികൾക്ക് വേണ്ടിയാണ് ഇട്ടിരിക്കുന്നത്. അവന്മാരെ വെളുപ്പിക്കാനും ഭീകരവാദികളെ തലോടാനും ഭീകരവാദികളുടെ ബോംബൊക്കെ കൊണ്ടുപോയി അവിടെ ഇവിടെയൊക്കെ ഇടുന്നതിനെ പ്രോത്സാഹിപ്പിക്കാനുമാണ് ഇവന്മാർ ഇവിടെ സെറ്റിട്ടിരിക്കുന്നത്. അത് വേറെ കാര്യം. അതിനെക്കാട്ടിലും മെച്ച എക്സിറ്റ് പോൾ സെറ്റാണെന്ന് മാത്രമേ എനിക്ക് പറയാനായിട്ടുള്ളൂ. എന്തായിരുന്നാലും ഈ എക്സിറ്റ് പോൾ BJPക്ക് വേണ്ടി സെറ്റിട്ടതാണ്. നമ്മുടെ തേജസ്വി പറഞ്ഞല്ലോ. തേജസ്വി പറഞ്ഞല്ലോ എക്സിറ്റ് പോളൊക്കെ BJPക്ക് വേണ്ടി സെറ്റിട്ടതാണ്. പല സ്ഥലങ്ങളിലും ഞാൻ പോകുമ്പോൾ എനിക്കൊക്കെ കിട്ടുന്ന സ്വീകരണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൈയുണ്ടാണോ കാലോ അങ്ങനെയുള്ള ഭയങ്കര കിടിലമായിട്ടുള്ള സംഭവമാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. തേജസ്വി പറഞ്ഞല്ലോ എന്ന് പറഞ്ഞ് നിഷാദ് റാവുത്തർ തള്ളയാണ്. അതായത് ഈ എക്സിറ്റ് പോളിൽ BJP ജയിക്കുമെന്നൊരു ഫലം വരുമ്പോൾ അപ്പുറത്ത് നിൽക്കുന്ന പ്രതിപക്ഷ നേതാവായിട്ടുള്ള തേജസ്വിയോട് പോയി ചോദിക്കും BJP എങ്ങനെ ജയിക്കുമെന്ന് പറയുന്നുണ്ടല്ലോ, അപ്പോൾ അയാൾക്ക് BJP ജയിക്കും എന്ന് പറയാൻ പറ്റുമോ? ഇല്ലല്ലോ. അയാൾ പറയും ഞങ്ങൾ തന്നെ ജയിക്കും, ഇതൊക്കെ ചുമ്മാ ഉള്ളതാണ് എന്നല്ലേ പറയാൻ പറ്റൂ, അല്ലേ? അപ്പോൾ അത് എടുത്തുകൊണ്ട് വന്ന് ആധികാരികമായിട്ട് ഇവിടെ ഇരുന്ന് പറയുകയാണ്. തേജസ്വി യാദവ് പറഞ്ഞു എന്താണ് എക്സിറ്റ് പോളൊക്കെ പൊളിയും എന്ന്. ഞാൻ പോകുന്ന പല സ്ഥലത്ത് എനിക്ക് കിട്ടുന്ന സ്വീകരണം കാണണം, മനസ്സിലായില്ലേ? അമ്മാതിരി സ്വീകരണമാണ്. ആശുമുട്ടിൽ അപ്പുകൂട്ടനെ പോലെ അമ്മാതിരി സ്വീകരണമാണ് എനിക്ക് കിട്ടുന്നത്. എല്ലാവരും കൂടെ എന്നെ തൂക്കി എടുത്തുകൊണ്ട് പോകുമായിരുന്നു എന്ന് പോണ രീതിയിലാണ് തേജസ്വി പറഞ്ഞല്ലോ. അപ്പോൾ ഈ സംഭവമാണ് നടക്കുന്നത്. ബീഹാറിൻ്റെ ചരിത്രത്തിലെ എക്സിറ്റ് പോളുകൾ എല്ലാം തന്നെ പരാജയപ്പെട്ടിട്ടുണ്ട് എന്നൊരു ശുഭാപ്തി വിശ്വാസവും ഇങ്ങനെ പ്രകടിപ്പിക്കുന്നുണ്ട്. ഒരു ഘട്ടം കഴിയുമ്പോൾ വോട്ടെണ്ണം എന്നിട്ട് വേറൊരു കാര്യം ആധികാരികമായിട്ട് തള്ളുന്നുണ്ട്. എങ്ങനെയാണ് ഈ വോട്ട് ചോരി നടത്തുന്നതെന്ന് കൃത്യമായിട്ട് തള്ളുന്നുണ്ട്. അതായത് ബീഹാറിൻ്റെ ചരിത്രത്തിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ ഈ വോട്ടെണ്ണൽ എന്ത് ചെയ്യും? അതിൻ്റെ വേഗത കുറയ്ക്കും. പക്ഷേ ഇന്നാണ് അതിൻ്റെ റിസൾട്ട് വന്നത്. രാവിലെ 10 മണിയായപ്പോൾ തന്നെ ചിത്രം തള്ളി ആര് ജയിക്കുമെന്ന്. BJP തൂത്തുവാരി കൈ കെട്ടി ചാക്കി കെട്ടി കഷത്തിനിടയിൽ വെച്ച് എല്ലാം കൊണ്ട് പോവുകയും ചെയ്തു. അപ്പോൾ ആ വോട്ടെണ്ണലിൻ്റെ വേഗത ഇങ്ങനെ കുറയ്ക്കും. വോട്ടെണ്ണലിൻ്റെ വേഗത കുറയ്ക്കുക മാത്രമല്ല, ഈ EVMനെ മാനിപ്പുലേറ്റ് ചെയ്യും. മനസ്സിലായില്ലേ? EVMനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഈ ഫലത്തിനെ എന്തു ചെയ്യും? തിരിച്ചുവിടും. അതാണ് സെറ്റപ്പ്. അതായത് EVMനെ മാനിപ്പുലേറ്റ് ചെയ്യും. ജംബാബലാനി പക്വാനി കുമ്പിടിയല്ലേ EVMനെ മാനിപ്പുലേറ്റ് ചെയ്യുക. അങ്ങനെ EVMനെ മാനിപ്പുലേറ്റ് ചെയ്തിങ്ങനെ തിരിച്ചുവിടും. അങ്ങനെ തിരിച്ചുവിടുന്ന ഒരു സെറ്റപ്പാണ് കാണാനായിട്ട് കഴിയുന്നത്. പോരാത്തതിന് പല മണ്ഡലങ്ങളിലും 5 മണിക്ക് ശേഷം വൻതോതിൽ സ്പൈക്ക് ചെയ്യും. എന്നിട്ട് സ്മഡ്ജ് ചെയ്ത് ഡോഡ്ജ് ചെയ്ത് സൈഡ് ഭാഗം ഒന്ന് ചെത്തിക്കളഞ്ഞിട്ട് നേരെ അങ്ങോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ BJP അങ്ങ് ജയിച്ചു കഴിഞ്ഞു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഇതൊക്കെ എവിടെ നിന്ന് വരുന്നു? ഈ തലയൊക്കെ കൊണ്ട് ഉപ്പിലിട്ട് വയ്ക്കണം, പറയാതിരിക്കാൻ വയ്യ. ഇനി അടുത്തതായിട്ട് BJP ജയിച്ചാൽ അങ്ങ് ജയിച്ച് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. മറ്റേതാണെങ്കിൽ ജനാധിപത്യം, മനസ്സിലായില്ലേ? അത് അങ്ങ് തള്ളയാണ്. അത് BJP ജയിച്ചാൽ നമുക്ക് എന്താ തോന്നുന്നത്? ജയിച്ച് ഇതും എടുത്ത് അത്രയേ ഉള്ളൂ. പക്ഷേ മറ്റേതാണെങ്കിൽ ജനാധിപത്യം വേറെ ലെവലാണ് സാധനം എന്നാണ് ഇവറ്റകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതായത് BJP ജയിച്ചാൽ ഇല്ല. അത് നമ്മുടെ ഷാനി പ്രഭാകർ പറഞ്ഞില്ലേ, യോഗി ആദിത്യനാഥ് ജയിച്ചപ്പോൾ സത്യം പറഞ്ഞാൽ ജനാധിപത്യത്തിലുള്ള വിശ്വാസമൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടു പോയി. സത്യം അമ്മയാണ് തന്നെ. അങ്ങനെ ജനാധിപത്യത്തിലുള്ള വിശ്വാസമൊക്കെ എനിക്ക് നഷ്ടപ്പെട്ടിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കണം. ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. ഇനി തിരിച്ചു വരുമെന്നും അറിയില്ല. ഷാനി പ്രഭാകർ ജയിച്ച് ഇനി എത്ര കൊല്ലം ജീവിക്കുമെന്നോ. ആ ജീവിക്കുന്ന കാലഘട്ടത്തിൽ എവിടെയെങ്കിലുമൊക്കെ വെച്ച് ജനാധിപത്യം തിരിച്ചു വരട്ടെ എന്ന് നമുക്ക് ആശംസിക്കുക. അല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ തിരിച്ചു വരുമെന്ന് എനിക്കറിയില്ല. ഇനി വേറൊരു കാര്യം പറയുന്നത്, കംപ്ലീറ്റ് സംവിധാനം ഇവരുടെ കൂടെ ആണല്ലോ. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഡൽഹി ബോംബ് ബ്ലാസ്റ്റ് എന്ന് പറയുന്നത്. കംപ്ലീറ്റ് സംവിധാനം നമ്മുടെ കയ്യിലായതുകൊണ്ട് തന്നെ അവനെ അങ്ങ് ബോംബ് ഉണ്ടാക്കി പൊട്ടിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് അവൻ പോണ വഴിക്ക് അങ്ങ് നിർത്തിയിട്ട് പൊട്ടിച്ചത്. അത് ഉണ്ടാക്കി പൊട്ടിച്ചിരുന്നെങ്കിൽ വേറൊരു എഫക്റ്റ് ആയിരുന്നു. അതുകൊണ്ട് നിർത്തിയിട്ട് പൊട്ടിച്ചു കളഞ്ഞത്. ബാക്കിൽ പോലീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ നമ്മുടെ നിഷാദ് റാവുത്തർ പറയുന്നത് കംപ്ലീറ്റ് സംവിധാനം അവരുടെ കയ്യിലാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. അവർ അട്ടിമറിക്കും.
അവരെ അട്ടിമറിക്കുക. അപ്പം മറ്റേ അപ്പുറത്തിരിക്കുന്ന കണ്ണാടി വെച്ച ഇൻ്റലക്ച്വൽ മണ്ടൻ്റെ അടുത്ത് പോവുകയാണ്. കോട്ടിട്ട മണ്ടൻ എന്ന് പറയുന്നത് പോലെ ആര് ജയിച്ചാലും ആ വിജയം ആര് തീരുമാനിക്കും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ആരെ വാ, വ്യത്യസ്തമായിട്ടുള്ളൊരു ആംഗിൾ പറയാതിരിക്കാൻ വയ്യ. ആര് ജയിച്ചാലും ആ വിജയം ആര് തീരുമാനിക്കും എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ജനങ്ങളല്ല ഇത് തീരുമാനിക്കുന്നത്, ഇത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇത് തീരുമാനിക്കുന്നത്. എന്നാൽ നമുക്കൊരു കാര്യം ചെയ്യാം. തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വിജയം തീരുമാനിക്കുന്നതെങ്കിൽ കേരളത്തിൽ BJP ജയിക്കട്ടെ ഇത്തവണ. അപ്പം നീയൊക്കെ എന്തൊരു കൊണകിയൊന്ന് എനിക്കൊന്ന് കാണണം അവിടെ ഇരുന്നുകൊണ്ട്. നീയൊക്കെ എന്തൊരു പറയും, അയ്യോ പിണറായി വിജയൻ്റെ വിജയം മറ്റതാണ് മറിച്ചതാണ്, ഒരു സീറ്റ് പോലും എന്നൊക്കെ അല്ലേ പറയും. ആണോ അല്ലേ? അല്ല, വോട്ട് ചോദിക്കുകയാണെങ്കിൽ എല്ലായിടത്തും ഒരു സംഭവം തന്നെ നടക്കണം. പിന്നെ BJPക്ക് കേരളത്തിൽ സീറ്റ് പിടിക്കാൻ ഇവിടെ കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ വോട്ട് ചോദിയൊക്കെ ഉണ്ടെങ്കിൽ BJPക്ക് ഇവിടെ കിട്ടാൻ എന്താ പാട്? 141 സീറ്റല്ലേ ഇവിടെ ഉള്ളത്, അതിലൊരു 140 സീറ്റ് പിടിക്കട്ടെ. ഇപ്പം ബീഹാറിൽ തൂത്തുവാരിയല്ലോ, അതുപോലെ വോട്ട് ജോലി ഉണ്ടെങ്കിൽ എന്താണ് പാട്? ഒരു പാടുമില്ലല്ലോ. EVM ഒക്കെ ഹാക്ക് ചെയ്ത് വെച്ചേക്കില്ലല്ലോ, ഒരു പാടുമില്ലല്ലോ. 140 സീറ്റ് ഇവിടെ പിടിക്കട്ടെ. ഇവിടെ പിടിച്ച് BJP ഇവിടെ ഭരണത്തിൽ കയറട്ടെ. അപ്പം നമുക്ക് പറയാം വോട്ട് ജോലി ഉണ്ടോ ഇല്ല. അല്ലെങ്കിൽ ഇവിടെ വോട്ട് ജോലി ഇല്ല, ബാക്കിയുള്ള സ്ഥലത്താണ് വോട്ട് ജോലി. അമ്മാതിരി കൊണ്ട് മൾട്ടിപ്പിൾ ഡാഡി സിൻഡ്രോം ഉണ്ടല്ലോ, അത് ഓൾറെഡി ഉള്ളതാണ്. എങ്കിലും അത് ഇവിടെ ഇറക്കരുത് ദയവ് ചെയ്ത് എന്ന് മാത്രമേ പറയാനായിട്ടുള്ളൂ. പിന്നെ ഇതിനു വേണ്ടി ഏറ്റവും കൂടുതൽ വെള്ളം കോരിയ നമ്മുടെ പ്രശാന്ത് രഘുവംശം അണ്ണൻ, രാഹുൽ ഗാന്ധിക്ക് വേണ്ടി ഇപ്പോൾ ഓവർ ടൈം പണിയെടുക്കുന്നത് പ്രശാന്ത് രഘുവംശം അണ്ണനാണ്. അണ്ണനെ കുറച്ച് സ്മരിക്കാതെ നമുക്ക് ഇവിടെ നിന്ന് പോകാനായിട്ടും പറ്റില്ല. അതാണ്ടാണ് രാഹുലിൻ്റെ ബോംബ് തയ്യാർ, അത് മൂട്ടി വീണ് പൊട്ടി. അടുത്തത് അണ്ണൻ്റെതാ, തേജസ്വി ഭരിക്കുമോ, തേജസ്വി കിളയ്ക്കും എന്നാണ് ബീഹാറിലുള്ള ജനങ്ങൾ പറയുന്നത്. ഇനി അടുത്തത് നിതീഷിന് കീഴടങ്ങി മോദി, അവിടെ നിതീഷിനെക്കാട്ടിലെ സീറ്റാണ് ഇപ്പോൾ മോദിക്കുള്ളത്. ഇനി ഇതാണ്ട് അടുത്തത് മോദിക്ക് ബദലാരി ആരുമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇതാണ്ട് അടുത്തത് ബീഹാർ ഇളക്കി രാഹുലിൻ്റെ അടപ്പടിച്ചിളക്കി ബീഹാർ എന്ന് തിരിച്ചെഴുതേണ്ടി വരും. ഇനി ഇതാണ്ട് അടുത്തത് ഇന്ത്യ സഖ്യത്തിന് ജീവൻ വയ്ക്കുമ്പോൾ എന്നുള്ളതാണ് അണ്ണൻ്റെ അടുത്ത സ്റ്റോറി എന്ന് പറയുന്നത്. ഇന്ത്യ സഖ്യത്തിൻ്റെ ജീവൻ എടുക്കുമ്പോൾ എന്നുള്ളത് തിരിച്ച് എഴുതേണ്ടി വരും. ഇനി ഇതാണ്ട് അടുത്തത് തീ ആയി രാഹുൽ, ഇതിനെനിക്ക് കമൻ്റ് അടിക്കാൻ പറ്റില്ല. ആ തീ എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഒരു 2 അക്ഷരം കൂടെ എഴുതണം, മനസ്സിലായില്ലേ? എന്നിട്ട് തീ എന്നുള്ളത് മാറ്റി വായിക്കണം, മനസ്സിലായില്ലേ? അങ്ങനെ വായിച്ചാൽ കൃത്യമായിരിക്കും. അതിൻ്റെ അടുത്തത് മോദിയെ വീഴ്ത്തുമോ രാഹുൽ, ഇനിയിപ്പോൾ ഒരു വഴിയുള്ളൂ, പോണ വഴിക്ക് ഒരു പഴത്തൊലി എടുത്തിട്ട് വിടും, അങ്ങനെ അതിച്ചെറുക്കിയെങ്കിലും അങ്ങനെ വീഴ്ത്തും, അല്ലാതെ അങ്ങനെ വീഴ്ത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ അടുത്തത് ബീഹാർ ഫോട്ടോ ഫിനിഷിലേക്ക്, ഫോട്ടോ ഫിനിഷ് എന്ന് പറഞ്ഞാൽ അത് മാറ്റിയിട്ട് ബീഹാറിൽ രാഗയുടെ അണ്ടങ്കീറി എന്നുള്ള രീതിയിൽ ഇട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ ഇന്നത്തേക്കുള്ളതായില്ലേ, മാധ്യമങ്ങൾക്കൊക്കെ വയറും നിറഞ്ഞല്ലോ. എന്നാൽ പിന്നെ ശരി ചെന്നു. അപ്പം ശരി.